അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയ്ക്ക് വമ്പൻ താക്കീത് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ പോലും പ്രയോഗിക്കാൻ ശേഷിയുള്ള വലിയ രീതിയിലുള്ള ക്രൂയിസ് മിസൈലുകൾ അല്ലെങ്കിൽ ആണവ അന്തർവാഹിനികൾ അല്ലെങ്കിൽ ആണവ പോർ മുനകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ചുമ്മാ അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ കിം ജോങ് ഉൻ എന്ന് പറയുന്നത്. അതേസമയം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാലും ഇവർ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഈയിടെ ഒരു മിസൈൽ പരീക്ഷണം നടത്തി. ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചതിന് ശേഷം US-ഉം ദക്ഷിണ കൊറിയയും ഒരു വലിയ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും വലിയ രീതിയിൽ ശത്രുക്കളാണ്. ഉത്തര കൊറിയയും അമേരിക്കയും അതിലും വലിയ ശത്രുക്കളാണ്. ഇപ്പോൾ ഉത്തര കൊറിയയിലെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചതിന് ശേഷം ദക്ഷിണ കൊറിയയും അമേരിക്കയും വലിയൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് ആ തീരുമാനം എന്ന് നോക്കാം. സൗഹൃദത്തിന്റെയും സഖ്യത്തിന്റെയും ശക്തി പ്രകടിപ്പിക്കുന്നതിനായി അമേരിക്ക ദക്ഷിണ കൊറിയയിലേക്ക് ഇപ്പോൾ പടക്കപ്പലുകൾ അയച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഉത്തര കൊറിയക്കെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ് ഇത് ഉത്തര കൊറിയയുടെ സൈനിക മേധാവികൾ കാണുന്നത്. ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ കാണുന്നത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS കോൾ വിൻസെന്റ് ദക്ഷിണ കൊറിയയിലെ ബുസാൻ തുറമുഖത്തെത്തി. ഉത്തര കൊറിയ ഉൾപ്പെടെ ലോകത്തിന്റെ മുഴുവൻ ഞങ്ങളുടെ ശക്തി കാണിക്കാനാണ് ഇരു രാജ്യങ്ങളും ഈ നടപടി സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇത് ഉത്തര കൊറിയയെ തകർക്കുന്നതിനും ഉത്തര കൊറിയയെ ലക്ഷ്യം വെക്കുന്നതിനുമാണ് ഇത് എത്തിയിരിക്കുന്നത് എന്നാണ് നിലവിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ കരുതുന്നത്. പോരാത്തതിന് ഉത്തര കൊറിയയുടെ ഭീഷണികൾക്ക് മറുപടി നൽകുന്നതിനാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം പറയുകയും ചെയ്തു. എന്ത് തന്നെയായിരുന്നാലും കൊറിയൻ സൈന്യം, അതായത് ഉത്തര കൊറിയൻ സൈന്യം ഇതിനെതിരെ ഒരു കൗണ്ടർ നീക്കം നടത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ചൈനയും റഷ്യയും അടക്കം ഇരിക്കുന്നത്. കാരണം ചൈനയും റഷ്യയും ആയിട്ട് നല്ല സൗഹൃദത്തിലാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. എന്തായാലും അമേരിക്ക വലിയ പടക്കപ്പലുകൾ അയക്കുമ്പോൾ കിം ജോങ് ഉൻ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ഉത്തര കൊറിയ ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചിരുന്നു. ആണവ ശക്തിയായി തയ്യാറെടുക്കുന്നതിനെ കുറിച്ചും കിം ജോങ് ഉൻ സംസാരിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിൽ അമേരിക്കയുടെ വൻ യുദ്ധക്കപ്പലുകൾ എത്തിയതോടെ ഉത്തര കൊറിയയിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു എന്നാണ് പല ആൾക്കാരും വിലയിരുത്തുന്നത്. നേരത്തെ USS തിയോഡർ റൂസ്വെൽറ്റ് കൊറിയൻ പ്രദേശത്ത് പ്രവേശിച്ചപ്പോൾ പോങ്യാങ് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് കൊറിയ പ്രതിഷേധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. കാരണം പോങ്യാങ് മിസൈലുകൾ വളരെ ശക്തിയുള്ള മിസൈലുകളാണ്. അത് വിക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തര കൊറിയ പ്രതിഷേധിച്ചത് ആ സമയത്ത്. എന്നാൽ ഇപ്പോൾ ഉത്തര കൊറിയക്കെതിരെ ട്രംപിന്റെ നിലപാട് വളരെയധികം കർക്കശമായി തുടരുകയാണ്. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായി. പിന്നെ അദ്ദേഹം കിം ജോങ് ഉന്നിനെ ബുദ്ധിമാനായ വ്യക്തി എന്നാണ് പറഞ്ഞത്. എന്തായാലും ചർച്ചകളെ കുറിച്ച് അദ്ദേഹം സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സർക്കാർ ഉത്തര കൊറിയക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. നേരത്തെ അമേരിക്കൻ സൈനികരുടെ സുരക്ഷയ്ക്ക് പകരമായി ദക്ഷിണ കൊറിയ കൂടുതൽ പണം നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. 2024 ഒക്ടോബറിൽ ട്രംപ് പറഞ്ഞത് ദക്ഷിണ കൊറിയ ഒരു പണയന്ത്രമാണ്, ഇപ്പോൾ അവർ എല്ലാ വർഷവും $10 ബില്യൺ ഞങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ്. എന്തായാലും ദക്ഷിണ കൊറിയയിൽ 28,500 സൈനികരെയാണ് ഇപ്പോൾ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ഈ ഉത്തര കൊറിയയുടെ ഒരു മിസൈൽ പരീക്ഷണം കാരണം എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.